ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നാളായിരുന്നു കണ്ടിട്ടില്ലേ? ഞാനിന്നൊരു ഇതെന്താണെന്ന് ആർക്കും പറയാമോ? ഇത് നമുക്ക് ഇത് പള്ളയമായിട്ട് നിൽക്കുന്നതിനാണ് നോക്കുകയാണല്ലേ. ഇത് നമ്മുടെ വീടാണ് പറയുന്നത് പമ്പിപ്പച്ച. പിന്നെ ചിലരുടെ ആട്ടുകാലെന്ന് പറയും. നമുക്ക് ഇതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ശകലം കുടിക്കാനല്ലേ എന്നാൽ നല്ലതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി തരണമെന്ന് എല്ലാവരെയും കാണിക്കണമെന്ന് അവരാഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കഷ്ണം ഞാനിത് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂണ് ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 കഷ്ണം വെളുത്തുള്ളി, ഒരു 10 കഷ്ണം ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മളത് ചതച്ചെടുത്തു. ഇനി നമുക്ക് അടുപ്പ വെച്ചൊന്ന് താളിച്ചൊക്കെ സ്റ്റവ് കത്തിച്ച് കുക്കർ അടുപ്പ വെക്കാവേ. കുക്കർ അടുപ്പ വെച്ചിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് അതിനായിട്ട് ശാല എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കടുകിടാം. ശരീരവേദനയ്ക്കൊക്കെ നല്ല ഫലവത്തായ ഒരു സൂപ്പാണ്. തമിഴ്ക്കാരൊക്കെ ഇത് കണ്ടാൽ വെച്ചേക്കുമല്ല, അവർക്കിഷ്ടമായത്. അവർ പറിച്ചുകൊണ്ട് പോയി ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുമെന്നാണ് നല്ലൊരു ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ കടുക് പൊട്ടി നമുക്കൊന്ന് ഒത്തിരി മൂക്കണ്ട, ഒരു പച്ചമണം വരുന്ന പച്ചമണം പോകുന്ന ഈ വറുത്തിട്ട് താളിച്ചെടുത്താൽ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും വെള്ളം ഒഴിച്ചിട്ട് ശരീരവേദന, മുട്ടുവേദന, ശരീരത്തിലെ വേദനകളെല്ലാം മാറുന്ന ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. കുടിച്ചാൽ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഞാൻ 1 ലിറ്റർ ഒഴിക്കാൻ പോകാം. ഞാനൊരു 1.5 ലിറ്റർ വെള്ളം ഒഴിക്കാൻ നോക്കാം. അല്ല, 1 ലിറ്റർ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പും കൂടി ഇടുക. നമുക്കിതൊരു 5 വിസിൽ ഊതുന്നിടം വരെ നമുക്ക് അടച്ച് വെക്കാം. ചൂടായി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇടാം. ചൂടായിട്ടൊന്നും 5 വിസിൽ വരുന്നതെന്ന് വരെ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി. 5 വിസിലൂടി അടച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം.
സൂപ്പറാണ്. ചെയ്ത് നോക്കിയിട്ട് വേദനയ്ക്കൊക്കെ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കണം.